ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി കേക്കാണ്. കസ്റ്റാർഡ് കേക്ക്. ഇതുവരെയും കഴിച്ചിട്ടുണ്ടാവില്ല. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കസ്റ്റാർഡ് കേക്ക്. ഒറിജിനൽ കസ്റ്റാർഡ് കേക്കാണ്. ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു കേക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കേക്ക് ഒറ്റ സിറപ്പ് വെച്ചല്ലേ സോക്ക് ചെയ്യുക. ഇത് നമ്മൾ 2 ടൈപ്പ് സിറപ്പ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് സോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ടേസ്റ്റിന്റെ കാര്യം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. പിന്നെ സ്പെഷ്യൽ ഫില്ലിങ്ങും സ്പെഷ്യൽ ക്രീമും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ അത് ഇഫ്താർ സ്പെഷ്യലായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് കേക്ക് ഉണ്ടാക്കാം. പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ഒരു കേക്കും ഓവനും ബീറ്ററും ഇല്ലാതെ മിക്സിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കസ്റ്റാർഡ് കേക്കിന്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് കേക്ക് ഉണ്ടാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുക്കുന്നത്. 1/2 കപ്പ് അളവിലുള്ള കപ്പിലേക്കാണ് എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി മുഴുവനായിട്ട് നമുക്ക് മൈദ ഫില്ല് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ 125 ml ആണ്. അത് നല്ല ലെവലാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെ പകുതി 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ് അതും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്തങ്ങ് മാറ്റി വയ്ക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മുടെ ഓവൻ സെറ്റപ്പാണ്. സാധാരണ ഒരു അലൂമിനിയം പാത്രമാണ്. അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു അടപ്പ് വെച്ച് അങ്ങ് അടച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ 5 ഇഞ്ച് വരുന്ന ബേക്കിംഗ് ട്രേ ആണ് കേട്ടോ എടുക്കുന്നത്. ഓയിൽ വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറും കൂടെ വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തന്നെ 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്. ഹൈ സ്പീഡിലിട്ട് തന്നെ അങ്ങ് അടിച്ചെടുത്തതാണ്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കണ്ട. അതോടെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് സമയം അടിക്കണ്ട. ഒരു ലോയിലിട്ട് 15 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചിരുന്നാൽ മതി. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശായിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. നമുക്ക് കേക്ക് ബാറ്റർ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്ക്യൂർ വെച്ചൊന്ന് ഇളക്കിയിട്ടുണ്ട്. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതിലേക്ക് ഞാൻ ഒരു പ്ലേറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ബേക്കിംഗ് ട്രേ കുറച്ച് ചെറുതല്ലേ, അപ്പം കറക്റ്റായിട്ട് ഇരിക്കില്ല. അത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിരിപ്പുണ്ട്. സ്ക്വയറിലൊന്നും പറ്റിപ്പിടിച്ചിട്ടില്ല. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാല്, തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തണുത്ത പാലാകുമ്പോൾ കസ്റ്റാർഡ് പൗഡർ നമുക്ക് പെട്ടെന്ന് മിക്സ് ആക്കിയിട്ട്, അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര അവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. തിളയ്ക്കുമ്പോഴത്തേക്കും തന്നെ കുറുകി ഇങ്ങ് വരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്കങ്ങ് ഓഫാക്കി കൊടുക്കാം. ചെറുതായിട്ട് അങ്ങ് കുറുകിയാൽ മതി. ഒരുപാട് വെച്ച് കുറുക്കരുത്. കാരണം കൺസിസ്റ്റൻസി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമുക്ക് ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് എന്ന് പറയുന്നത് നമ്മൾ 2-3 കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. തിളച്ചത് അത്യാവശ്യം ഒന്ന് കുറുകിയിട്ടുണ്ട്. അത് മതി. നമുക്ക് ഓഫാക്കി കൊടുക്കാം. അതവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഇനി നമുക്കൊരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് തിളക്കട്ടെ. അതിലേക്ക് 1 തരി ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് പതഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട്. അത് നമുക്കങ്ങ് ഓഫാക്കി കൊടുക്കാം. അത് അവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് പഴമാണ്. നേന്ത്രപ്പഴമോ ചെറിയ പഴമോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. നേന്ത്രപ്പഴം ആണെങ്കിൽ നടുക്കത്തെ ആ ഒരു ബ്ലാക്ക് കളറില്ലേ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മുറിച്ചിട്ടാൽ മതി. അതിലേക്ക് മാങ്ങ, ഇപ്പം മാങ്ങ നന്നായിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ടാണ്. പൈനാപ്പിൾ ആണെങ്കിൽ പൈനാപ്പിൾ ഇടാം. അതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ആപ്പിൾ 1/2 കപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇടാം കേട്ടോ. ഇനിയിപ്പോൾ പഴം മാത്രമേ ഉള്ളെങ്കിൽ പഴം മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. കസ്റ്റാർഡ് കേക്ക് അല്ലേ, ഫ്രൂട്ട്സ് ഇല്ലാണ്ട് എന്ത് കസ്റ്റാർഡ് കേക്ക്. നമുക്കതിൻ്റെ മുകളിലേക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാവുള്ളേ.
അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങ് വാടിപ്പോവും. പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ എടുക്കുകയും ചെയ്യരുത്. ഇതുപോലെ ഒന്ന് പ്രോസസ്സ് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. പിന്നെ എൻ്റെ അടുത്ത് ഗ്രീൻ ഗ്രേപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചെറിയ 2 കഷ്ണമായിട്ടൊന്ന് മുറിച്ചിട്ട് അതും കൂടെ ഇടുകയാണ്. ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഒന്നും നിറം മാറാതിരിക്കാൻ അതേ ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നത്. ഇനി തേനുണ്ടെങ്കിൽ തേൻ ഒഴിച്ചിരുന്നാലും മതി. നമുക്ക് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടൊന്ന് അടച്ചങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു ബൗളിന് അടപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ക്ലിങ് ഫിലിം വെച്ചിട്ട് അങ്ങ് അടച്ചു വെക്കുകയാണ്. ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം, ഫ്രീസറിൽ വെക്കേണ്ട. അത് നന്നായിട്ട് തണുത്ത് വരട്ടെ. തണുത്ത് വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് ആ ഫ്രൂട്ട്സിൽ നിന്നുള്ള സിറപ്പും എല്ലാം ഇറങ്ങി വരും. അപ്പോഴാണ് നമ്മൾ കേക്കിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ട ഈ ഒരു പരുവത്തിലാണ് ഇട്ടുള്ളത്. നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ മിക്സിൻ്റെ പകുതി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കി പകുതി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഫില്ലിങ്ങിനും സിറപ്പിനും ഒക്കെ വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സാണ്. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 2 തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് സിറപ്പായിട്ടും എടുക്കാം, ഫില്ലിംഗ് ആയിട്ടും ഉപയോഗിക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വെള്ളം പോലെ ആയില്ലേ, നമ്മൾ കൊണ്ടുപോയ പോലെയല്ല ഇരിക്കുന്നത്. അത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. നല്ല ടേസ്റ്റാണ് വിപ്പിംഗ് ക്രീമും ഈ ഒരു കസ്റ്റാർഡിൻ്റെ ഒരു മിക്സും കൂടെ ചേരുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും നല്ല വാട്ടറി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്കൊന്ന് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അത് നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് നമുക്ക് വിസ്ക് വെച്ചിട്ടോ ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയിലോ ഒക്കെ വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സിയിൽ എങ്ങനെയാണ് ക്രീം വിപ്പ് ചെയ്തെടുക്കുന്നതിനുള്ള വീഡിയോ തൊട്ട് മുമ്പത്തെ ഐസ്ക്രീം കേക്കിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അതേപോലെ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച കസ്റ്റാർഡിൻ്റെ മിക്സില്ലേ, അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ക്രീം കഴിക്കാനായിട്ട്. അതായത് കസ്റ്റാർഡ് മിക്സ് ചെയ്തിട്ടുള്ള ക്രീം കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇതിലേക്ക് ഞാൻ 1 ഡ്രോപ്പ് മാത്രം ലെമൺ യെല്ലോ കളർ ചേർക്കുന്നുണ്ട്. കാരണം നമ്മളെ കസ്റ്റാർഡ് കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ കളറിലല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് മാത്രം ചേർക്കുന്നത്. വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ സെയിൽ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ഡ്രോപ്പ് മാത്രം ചേർത്തിരുന്നാൽ മതി. അതോടെ ചേർത്തിട്ട് നമുക്ക് ഒരുപാട് ബീറ്റ് ചെയ്യരുത്. അപ്പോൾ ക്രീം ലൂസായിപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു സ്പാച്ചുല വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിരുന്നാൽ മാത്രം മതി. അല്ലാതെ വിസ്ക് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്, ഫില്ലിങ്ങും സിറപ്പും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഡിമോൾഡ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നീളമുള്ള കത്തി ഉണ്ടെങ്കിൽ സാധാരണ കത്തിയായാലും മതി, അല്ലെങ്കിൽ ബ്രെഡ് നൈഫ് ആണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് 3 പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്പെഷ്യൽ സിറപ്പ് വെച്ച് കേക്ക് വെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എടുത്തിരിക്കുന്ന സിറപ്പ് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു സിറപ്പ് ഒഴിക്കുന്നില്ല. നമ്മുടെ അടുത്ത ഫ്രൂട്ട് സിറപ്പിൻ്റെ സോക്കിങ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സിറപ്പ് കൊണ്ടുള്ളത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്ക് കേക്ക് ബോർഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രൂട്ട്സ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് നല്ല സിറപ്പായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നമുക്ക് കേക്ക് ഒന്നുകൂടെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഫ്രൂട്ട്സും ആ സിറപ്പും കൂടെ അങ്ങ് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല കസ്റ്റാർഡിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാത്തിലും കസ്റ്റാർഡിൻ്റെ മിക്സ് വരുന്നുണ്ട്. അത് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ക്രീം ചെയ്ത് കൊടുക്കാം. ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. അതാണ് കുറച്ചും കൂടെ ഈസി. കാരണം നമ്മൾ ഫ്രൂട്ട്സ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ക്രീം ചെയ്യുന്നത്. സാധാരണ അങ്ങനെയല്ലല്ലോ, സാധാരണ നേരെ തിരിച്ചാൽ ചെയ്യുക. ക്രീമിൻ്റെ മുകളിലാണ് ഫ്രൂട്ട്സ് ഒക്കെ ഇടുക. പക്ഷേ നമ്മൾ കസ്റ്റാർഡ് കേക്കിന് ഈ ഒരു ഫില്ലിങ്ങും കൂടെ ചെയ്യേണ്ടതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അടുത്ത ലെയറൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ നേരെ തിരിച്ചങ്ങ് വെച്ച് കൊടുത്താൽ മതി. അതാകുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലും സോക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ സിറപ്പും ഫ്രൂട്ട്സും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം അങ്ങ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ ടോപ്പ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. അത് തിരിച്ചാണ് വെക്കുന്നത്. നമുക്ക് ഫ്രൂട്ട്സ് വേണ്ട, അതിൻ്റെ സിറപ്പ് മാത്രമായിട്ട് അങ്ങ് എടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് ഫ്രൂട്ട്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സിറപ്പില്ലേ, അത് മാത്രം ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ സിറപ്പ് കഴിക്കാനായിട്ട്. നമുക്ക് ലാസ്റ്റ് ടോപ്പിൽ ക്രീം ആക്കി കൊടുക്കാം. നമുക്ക് പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സൈഡിലും കൂടി അങ്ങ് ആക്കി കൊടുക്കാം. പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്,
കേക്ക് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ശരിക്കും നമ്മളത് എത്ര വീഡിയോ ആരുടെ വീഡിയോ കണ്ടാലും ഒന്നും നമുക്ക് ശരിയാവില്ല. അത് നമുക്ക് ശരിയാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത് നന്നാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കേക്കുകൾ ഒന്നുമില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ സെയിലൊന്നും ഇല്ലെങ്കിൽ ഒരുപാട് കേക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഒറ്റ കേക്ക് തന്നെ ഉണ്ടാക്കുക. ക്രീം കുറച്ച് കൂടുതലായിട്ട് അടിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ അത് തന്നെ നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ചെയ്ത് വരുമ്പോൾ കൈക്ക് ഒരു തഴക്കം വരും. അങ്ങനെ വന്ന് ചെയ്ത് അങ്ങ് ശരിയായിക്കോളും. അങ്ങനെ മാത്രമേ നമുക്കത് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു സൈഡിൽ ചെറുതായിട്ടൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കും. നമുക്കൊരു മതിൽ പോലെ കെട്ടിക്കൊടുക്കണം കേട്ടോ. സൈഡിൽ മുകളിലായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫ്രൂട്ട് ഫില്ലിങ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് സാധാരണ ചിക്കു ഉണ്ടെങ്കിൽ ചിക്കുവാണ് പൈപ്പിംഗ് ബാഗൊക്കെ പിടിച്ച് എനിക്ക് ചെയ്തു തരുന്നത്. എനിക്കിപ്പം അത്രയും അങ്ങോട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നടുഭാഗത്തേക്ക് നമ്മൾ ബാക്കിയുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഫ്രൂട്ട്സ് മാത്രം, സിറപ്പ് ഒഴിക്കേണ്ട, ഫ്രൂട്ട്സ് മാത്രമായിട്ട് അങ്ങ് നിറച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് കുറച്ച് ബാക്കിയുണ്ടല്ലോ, അത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ആക്കി കൊടുത്താലും മതി. ഫ്രൂട്ട്സിൻ്റെ മുകളിലോട്ടായിട്ട് ഫ്രൂട്ട്സും കാണണം കസ്റ്റാർഡും കാണണം, ആ ഒരു തരത്തിലാണ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇത് കാണുമ്പം നമുക്ക് നല്ല ഫ്രൂട്ട് കസ്റ്റാർഡ് പോലെ തോന്നണം കേക്ക് കാണുമ്പോൾ. അപ്പം അങ്ങനെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് ചെറിയും കൂടെ അവിടെ ഇവിടെയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കസ്റ്റാർഡിൽ ചെറി ഇല്ലാതെ ഉണ്ട് കസ്റ്റാർഡല്ലേ. സൈഡിലേക്കും കുറച്ച് ഗോൾഡൻ ബോൾസോ സിൽവർ ബോൾസോ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഏത് വേണേലും ഇട്ട് കൊടുക്കുക. അടിപൊളി, നല്ലൊരു എന്താ പറയുക, ശരിക്കും ഒരു ബൗളിൽ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇരിക്കണ പോലെ ഉണ്ട് കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. നല്ല ഡെക്കറേഷൻ ആണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ അല്ലേ. അത്രയേ ഉള്ളൂ, പെട്ടെന്ന് കഴിഞ്ഞില്ലേ നമ്മുടെ കസ്റ്റാർഡ് കേക്ക്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കസ്റ്റാർഡ് കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് മുഴുവനായിട്ടും ചേർത്ത് കഴിയുമ്പോൾ കറക്റ്റ് 1 കിലോ വരുന്ന കേക്കാണ്. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ആ ഫ്രൂട്ട്സൊക്കെ ചിലപ്പോൾ പടപടമെന്ന് പറഞ്ഞാൽ താഴോട്ട് വീഴും, കുഴപ്പമൊന്നുമില്ല. അത് കട്ട് ചെയ്യുന്നവർക്കല്ലേ അത്, ആ സമയത്ത് എന്തായാലും പ്രശ്നമൊന്നുമില്ല. കട്ട് ചെയ്തിട്ട് നമുക്ക് പതുക്കെ എടുക്കാം. ഇല്ല വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ മാത്രം ഒന്ന് പതുക്കെ താഴോട്ട് വീഴാനായിട്ട് നോക്കി. ഞാനതൊന്ന് പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ തന്നെ വെച്ചു. നമുക്കത് പ്ലേറ്റിലേക്ക് വെച്ചെടുക്കാം. തന്നെ ശരിക്കും ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ട് കസ്റ്റാർഡ്. അപ്പോൾ അതിൻ്റെ കേക്കാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ. ഇത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു കേക്കാണ്. ശരിക്കും ഒരു ഫ്രൂട്ട് കസ്റ്റാർഡൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ വരുന്നുണ്ട്. എല്ലാ ലെയറിലും, നമ്മുടെ കേക്കിൻ്റെ ലെയറിലാണെങ്കിലും ക്രീമിലാണെങ്കിലും ഫ്രൂട്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ ഫില്ലിംഗ് ആയിട്ടാണെങ്കിലും ഒക്കെ ആ ഒരു കസ്റ്റാർഡിൻ്റെ ഫ്ലേവർ വരുന്നുണ്ട്. കേക്കിൽ തന്നെ നല്ല കസ്റ്റാർഡ് ഫ്ലേവർ വരുന്നുണ്ട്. കേക്ക് ഉണ്ടാക്കിയപ്പോൾ തന്നെ നല്ല മണമായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് കഴിഞ്ഞില്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് ആയാലും കുഴപ്പമൊന്നുമില്ല, എല്ലാം ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് അങ്ങ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാനിതൊരു ഇഫ്താർ സ്പെഷ്യൽ കേക്കായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. കാരണം ഫ്രൂട്ട്സ് എല്ലാം വെച്ച് ഒരു ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ്. നല്ല ടേസ്റ്റാട്ടോ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കണം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.